കണ്ടാലൊട്ടറിയുന്നു ചിലരിത് കൊണ്ടാലും തിരിയ ചിലർക്കേതുമേ. ജ്ഞാനപ്പാനയിലെ പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഏതാണ്ട് ഇതേ അവസ്ഥയാണ് മാണി ഗ്രൂപ്പിൻ്റേത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ പുളിക്കണ്ടം കുടുംബത്തെ പാലാ നഗരസഭയിൽ അവരോധിക്കേണ്ടത് അന്ന് അതിന് കൊട്ടേഷൻ കൊടുത്തവരുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അതാണിപ്പോൾ പാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവനെയും ചുമന്നുകൊണ്ട് അധിക നാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് UDF കൗൺസിലർമാർക്ക് മനസ്സിലായിട്ടും ജോസ് കെ മാണിക്കും കൂട്ടർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ചിലർക്കൊക്കെ കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാകും, മറ്റു ചിലർക്ക് കൊണ്ടാലും മനസ്സിലാകില്ലെന്ന്. അതായത് കാക്കയ്ക്ക് കണ്ടാൽ മനസ്സിലാകും, കഴുതയ്ക്ക് കൊണ്ടാലും മനസ്സിലാകില്ല. ജോസ് കെ മാണിയും കൂട്ടരും കഴുതകളാണെന്ന് ഞാനൊരിക്കലും പറയില്ല. പക്ഷെ അക്കൂട്ടരുടെ കൂട്ടത്തിൽ ജോസ് കെ മാണി ഉണ്ടാകരുതേ എന്നാണ് മുഴുവൻ പാർട്ടിക്കാരുടെയും ആഗ്രഹം. താക്കോൽ സ്ഥാനീയനായ നേതാവിന്റെ വിവരക്കേടിന് ഇനിയും നിങ്ങൾ കൂട്ടു നിൽക്കരുത്, അതേ പറയാനുള്ളൂ. 2021 അയാളുടെ വാക്കുകേട്ട് നടന്നതാണ് നിങ്ങൾ ഈ കൂട്ടത്തോൽവി നേടിയെടുത്തത്. അയാൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സീറ്റ് വേണമെന്ന ആവശ്യം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ കൊടുത്തു. എത്ര സീറ്റ് കൊടുത്താലും ജയിക്കില്ലെന്നുള്ളതാണ് സത്യം. ഇങ്ങനെ കുങ്കുമം ചുമക്കുന്ന കഴുതിയായി ജോസ് കെ മാണി മാറരുത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പാലായിൽ ജയിച്ചിരുന്നുവെങ്കിൽ കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രിസഭയിലെ 3ാം സ്ഥാനക്കാരനായി മന്ത്രിസഭയിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വന്നാൽ വാസവന്റെ അവസരം കട്ടപ്പുകയാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ജോസിനെ നിയമസഭയിൽ കാലുകുത്തിക്കാതിരിക്കാൻ കരുക്കൾ നീക്കിയത്. അവരാണിപ്പോൾ പുൽക്കണ്ടൻ ട്രസ്റ്റിന്റെ പിറകിൽ നിന്ന് കളിക്കുന്നവർ. അവനവന്റെ നിലനിൽപ്പ് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ്, അല്ലാതെ വല്യേട്ടൻ പാർട്ടിയല്ല. ഒരു പാർട്ടിയുടെയും ബി പാർട്ടി അല്ല മാണി ഗ്രൂപ്പ്. പാർട്ടിയുടെ അസ്തിത്വം ആർക്കും പണയം വെച്ചിട്ടില്ല, അത് നഷ്ടപ്പെട്ടിട്ടുമില്ല. അവർ നയിക്കുന്ന മുന്നണിയിൽ എത്തിയത് കൊണ്ട് അവരുടെ അടിമയൊന്നുമല്ലെന്ന് ഓർത്തിരുന്നാൽ നന്ന്. ഇത് ഓരോ പാർട്ടിക്കാരുടെയും അഭിപ്രായമാണ്. ഒരു കാലത്ത് കോൺഗ്രസ്സുകാർ കാണിച്ചിരുന്ന അതേ അഭ്യാസം തന്നെയാണ് ഇന്ന് ഇവരിൽ ചിലരും നിങ്ങളോട് കാണിക്കുന്നത്. നിങ്ങളെ അവർ ഉപയോഗിക്കുക. നിങ്ങളുടെ തോളിൽ കയറി നഗരസഭയുടെ അധികാരം പിടിച്ചാൽ എന്തെല്ലാം കരാറുകൾ ഉണ്ടാക്കിയാലും അവനെയും അവന്റെ കുടുംബത്തെയും അവിടെ നിറക്കി വിടാൻ സാധിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അരിയാഹാരം കഴിക്കുന്നവർക്ക് അങ്ങനെ തോന്നില്ല. ഇവിടെ ജനം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷ ദൗത്യമാണ്, പ്രതിപക്ഷത്തിരിക്കാനാണ്. വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വയ്ക്കരുത്. അത് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത നഷ്ടമുണ്ടാകും. നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമാണ് ഈ നീക്കം കൊണ്ട് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ മനസ്സിലാക്കുന്നത്. വല്ലവരും പറയുന്നത് കേട്ട് പുളിക്കണ്ടത്തിനെ ഭരണമേൽപ്പിച്ച് തോളിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നതിലും ഭേദം തലമുട്ടയടിച്ച് പുള്ളികുത്തി കഴുതപ്പുറത്ത് കയറി വേളാങ്കണ്ണിക്ക് തീർത്ഥയാത്ര പോകുന്നതായിരിക്കും നല്ലത്. CPM അല്ല പാർട്ടിയുടെ അവസാന വാക്ക്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന കോൺഗ്രസും മന്ത്രി വാസവനും നിങ്ങളെ വളർത്താൻ വേണ്ടിയല്ല പണിയെടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിനെയും നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കണം. എന്നിട്ട് കാര്യങ്ങൾ നേരെ നടക്കുന്നില്ലെങ്കിൽ കളഞ്ഞേച്ച് പോണം. ഹേ, എന്തിനാണ് ഈ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കും കൊണ്ട് നടക്കുന്നതെന്നാണ് ഓരോ പാർട്ടിക്കാരനും ചോദിക്കുന്നത്. അവർ നിങ്ങളെ തേടി വരുന്നത് മധുര പ്രതികാരം തീർക്കാനാണെന്ന് അന്നു മുതൽ ഇന്നലെ വരെ കൃത്യമായി പുളിക്കണ്ടം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുമാത്രമാണ് അവരുടെ സത്യസന്ധത. പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാത്രം ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായില്ല. ഛർദ്ദിച്ചത് നിങ്ങളെ കൊണ്ട് പക്ഷിപ്പിക്കുവാനാണ് ഇവന്മാരെല്ലാം കൂടി ശ്രമിക്കുന്നത്. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ പുളിക്കണ്ടം ട്രസ്റ്റ് നേതാവുമൊത്ത് മീനച്ചിലാറ്റിൽ വള്ളം തുഴയുന്ന മുന്നണി നേതാവിന്റെ ചിത്രം പാലക്കാരുടെ കൈവശമുണ്ട്, മറക്കണ്ട. ജോസ് കെ മാണിക്ക് പണി കൊടുക്കാനായതുകൊണ്ട് സ്വതന്ത്ര അംഗത്തിന്റെ BJP അംഗത്വം പോലും ചർച്ചയാവുന്നില്ല ഇവിടെ.